ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മാർജിനൽ കോസ്റ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ ബ്രേക്ക് ഈവൻ പോയിന്റ് BEP കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇക്വേഷൻസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. BEP തന്നെ രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ BEP ഇൻ യൂണിറ്റ്സും അല്ലെങ്കിൽ BEP ഇൻ സെയിൽസ് വാല്യൂ. ക്വസ്റ്റ്യൻ്റെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഏതാണ് നമ്മൾ കണ്ടിരുന്നത്. ഈ യൂണിറ്റ് ആണെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത്, സെയിൽസ് വാല്യൂ ആണെങ്കിൽ സെയിൽസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. യൂണിറ്റിൽ BEP ഇൻ യൂണിറ്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആകെ ഒരു ഇക്വേഷനാണ്. അത് എന്തായിരുന്നു? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഇനി BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിരുന്നു. മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ആണ് മെയിൻ ഇക്വേഷൻ. ഇതിൽ നിന്നാണ് മറ്റേ ഇക്വേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്. ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മുടെ ടോട്ടൽ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ ആക്കി മാറ്റി എഴുതുന്ന ഇക്വേഷൻ. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ദെൻ മൂന്നാമത്തെ ഇക്വേഷൻ PV റേഷ്യോ വരുന്നത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ BEP ഇൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? BEP ഇൻ യൂണിറ്റ് ഇൻറ്റു SP, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. അപ്പോൾ ഇങ്ങനെ മൊത്തം 5 ഇക്വേഷൻസ്, യൂണിറ്റും സെയിൽസ് വാല്യൂ ഒക്കെ കൂടി മൊത്തം 5 ഇക്വേഷൻസ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇനി നമുക്കതിൻ്റെ പ്രോബ്ലംസ് ഓരോന്നോരോന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് BEP ഇൻ യൂണിറ്റ് ആൻഡ് സെയിൽസ് വാല്യൂ രണ്ടും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്നു SP പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, VC പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളോട് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിനെ സെയിൽസ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇതാണ് എളുപ്പം. ആദ്യം നമ്മൾ BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാമല്ലോ, അത് ഉപയോഗിച്ച് നമ്മൾ BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിച്ച് പിന്നെ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കുക. ജസ്റ്റ് സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് നോക്കാം. ആദ്യം BEP പിന്നെ ഈ ക്വസ്റ്റ്യനിൽ പിന്നെ അതേ കണ്ടുപിടിക്കാൻ പറ്റൂ, കാരണം എല്ലാം പെർ യൂണിറ്റാണ് തന്നിരിക്കുന്നത്. SP സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റാണ് തന്നിരിക്കുന്നത്, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിച്ചിട്ട് ഇൻ സെയിൽസ് വാല്യൂ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. എന്താണ്? നമ്മൾ കോൺട്രിബ്യൂഷൻ കാണാനുള്ള അതേ ഇക്വേഷൻ തന്നെ, അത് പെർ യൂണിറ്റ് എന്ന് എഴുതിയാൽ മതി. SP പെർ യൂണിറ്റ് മൈനസ് VC പെർ യൂണിറ്റ്. SP പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30 തന്നിരിക്കുന്നു, VC പെർ യൂണിറ്റ് 20 തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 10 കിട്ടി. ഞാൻ നേരത്തെ ഇക്വേഷനിൽ എഴുതാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5000 യൂണിറ്റ്സ്. ഇപ്പോൾ എഴുതിക്കോളൂ. BEP ഇൻ യൂണിറ്റിലാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആൻസറിനൊപ്പം യൂണിറ്റും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. ദെൻ അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം. BEP ഇൻ യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് BEP ഇൻ യൂണിറ്റ് ഇൻറ്റു SP പെർ യൂണിറ്റ്. എത്രയാണ് BEP ഇൻ യൂണിറ്റ്? ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 5000 ഇൻറ്റു SP പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു 30. 5000 ഇൻറ്റു 30 നമുക്ക് 1,50,000 കിട്ടി. അപ്പോൾ BEP ഇൻ യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ 5000 യൂണിറ്റും BEP ഇൻ സെയിൽസ് വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ 1,50,000. അതായത് നമ്മൾ 5000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ആയി, അതായത് ദെർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ്. അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ സെയിൽസ് 1,50,000 ആയാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ്, ദെർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ്. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. സിമ്പിളാണ്. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, SP പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, VC പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ BEP ഇൻ യൂണിറ്റും സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ എഴുതി. ദെൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്.
ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് SP പെർ യൂണിറ്റ് മൈനസ് VC പെർ യൂണിറ്റ്. SP എന്ന് പറയുന്നത് 15 ആണ്, VC എന്ന് പറയുന്നത് 10 ആണ്. മൈനസ് ചെയ്ത് നമുക്ക് 5 കിട്ടി. ദെൻ ഇക്വേഷനിൽ കൊടുക്കുക. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 60,000 ഡിവൈഡഡ് ബൈ VC കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,000 യൂണിറ്റ്സ് നമുക്ക് കിട്ടി. നമുക്ക് BEP സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ കിട്ടിയ 12,000 യൂണിറ്റിനോട് കൂടി SP പെർ യൂണിറ്റ് ആയ 15 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിൽസ് വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,80,000 കിട്ടും. അതായത് 12,000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് 1,80,000 ആയാൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ്, അതിനപ്പുറം കിട്ടുന്നതൊക്കെ നമുക്ക് ഇൻകം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. എളുപ്പമല്ലേ? ഇതും അതുപോലത്തെ സെയിം പാറ്റേണിലുള്ള പ്രോബ്ലമാണ്. ഒരു കാര്യം ചെയ്യുക, ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കുക, പോസാക്കി നിർത്തി ഒറ്റയ്ക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ നോക്കിയാൽ മതി. എന്നാലാണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. SP തന്നിട്ടുണ്ട്, VC തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, BEP യൂണിറ്റും സെയിൽസ് വാല്യൂം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ഇക്വേഷനിൽ യൂണിറ്റിൻ്റെ അതിലാദ്യം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. SP മൈനസ് VC. SP എന്ന് പറയുന്നത് 40 മൈനസ് VC 20. അപ്പം നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 20 കിട്ടി. ദെൻ ഇക്വേഷനിൽ കൊടുക്കുക. ഫിക്സഡ് കോസ്റ്റ് 4 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 20. അങ്ങനെ നമുക്ക് BEP ഇൻ യൂണിറ്റ് 20,000 യൂണിറ്റ്സ് കിട്ടി. ദെൻ BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പോൾ കിട്ടിയ യൂണിറ്റിനെ SP കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 20,000 ഇൻറ്റു SP ആയ 40. അങ്ങനെ നമുക്ക് BEP ഇൻ സെയിൽസ് വാല്യൂ 8 lakh കിട്ടി. അപ്പം നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ് എന്ന് പറയുന്നത് 20,000 യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ സെയിൽസ് 8 lakh ആയാൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. ആ ഇക്വേഷനിൽ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, എളുപ്പമായിട്ട് ചെയ്യാം. ഇത് അടുത്ത പ്രോബ്ലം. ഇത് നേരത്തെ പോലെ ചെറിയ വ്യത്യാസമുണ്ട്. പെർ യൂണിറ്റുകളില്ല തന്നിരിക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഇപ്പോൾ ടോട്ടൽ തന്നെയാണ്. ദെൻ സെയിൽസ് ഫോർ ദി പീരീഡ് ആണ് തന്നിരിക്കുന്നത്. വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് BEP ഇൻ സെയിൽസ്. BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, കാരണം പെർ യൂണിറ്റ് ഒന്നും തരാത്തത് കൊണ്ട് BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ BEP ഇൻ സെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? അതായത് ടോട്ടൽ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ദെൻ സെയിൽസ് വാല്യൂ ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിൻ്റെ തന്നെ വേറൊരു സിംപ്ലിഫൈഡ് ഇതാണ് രണ്ടാമത്തെന്ന് പറഞ്ഞു. അപ്പോൾ അത് എഴുതിയാൽ മതി, അതാണ് കുറച്ചും കൂടി എളുപ്പമാവുക. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്, പക്ഷേ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കുക. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാണ്? 4 lakh മൈനസ് VC ആയ 3 lakh. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 1 lakh കിട്ടി. ഞാൻ നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനോട് 60,000 ഇൻറ്റു സെയിൽസ് എത്രയാണ്? 4 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ നമുക്ക് കിട്ടി 1 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2,40,000 ആണ് BEP ഇൻ സെയിൽസ് വാല്യൂ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി നിങ്ങൾ നേരത്തെ ഇക്വേഷനിൽ കോൺട്രിബ്യൂഷൻ്റെ അവിടെ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എഴുതിയാലും നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല. എന്നാൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. പക്ഷേ ആൻസർ അതിൽ ചെയ്താലും ഇതിൽ ചെയ്താലും ആൻസർ 2,40,000 ആണ് കിട്ടുക. ഓക്കെ, ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിക്സഡ് കോസ്റ്റ് തന്നിരിക്കുന്നു, സെയിൽസ് തന്നിരിക്കുന്നു, വേരിയബിൾ കോസ്റ്റ് തന്നിരിക്കുന്നു. BEP ഇൻ സെയിൽസ് തന്നെ നേരത്തെ പോലെ തന്നെ അതേ ക്വസ്റ്റ്യൻ തന്നെ. ഇൻ സെയിൽസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. സെയിൽസ് മൈനസ് VC. സെയിൽസ് എന്ന് പറയുന്നത് 3 lakh മൈനസ് VC എന്ന് പറയുന്നത് 1,50,000. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 1,50,000 കിട്ടി. ദെൻ ഇക്വേഷനിലിടുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 1 lakh ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ 3 lakh ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ 1,50,000. അങ്ങനെ നമുക്ക് BEP ഇൻ സെയിൽസ് വാല്യൂ 2 lakh കിട്ടി. അതായത് നമുക്ക് നമ്മുടെ ടോട്ടൽ സെയിൽസ് 2 lakh ആയാൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിൻ്റ്, ദാറ്റ് ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ. ചെറിയൊരു വ്യത്യാസമുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫിക്സഡ് കോസ്റ്റ് തന്നിരിക്കുന്നു, സെയിൽസ് തന്നിരിക്കുന്നു. ദെൻ വേരിയബിൾ കോസ്റ്റ് തരുന്നതിന് പകരം വേരിയബിൾ കോസ്റ്റിൻ്റെ സ്പ്ലിറ്റപ്പ് തന്നിരിക്കുന്നു. അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് BEP കണ്ടുപിടിക്കാനായിട്ട്, BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം എന്നുള്ള വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി വരണുള്ളൂ. പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആദ്യം എഴുതാം. BEP സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അതൊരു കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. അതിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, പക്ഷേ വാരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് വാരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽസ് പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് 1,10,000 പ്ലസ് 70,000 പ്ലസ് 20,000. അങ്ങനെ നമുക്ക് വാരിയബിൾ കോസ്റ്റ് എത്ര കിട്ടി? 2 lakh കിട്ടി. ഇനി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാണ്? 3 lakh. 3 lakh മൈനസ് 2 lakh ഈക്വൽ ടു 1 lakh. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 1 lakh കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? BEP കണ്ടുപിടിക്കുക. BEP എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 80,000 ഇൻറ്റു സെയിൽസ് 3 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ കണ്ടുപിടിച്ച 1 lakh. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 2,40,000 കിട്ടി. അതാണ് BEP ഇൻ സെയിൽസ് വാല്യൂ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ വാരിയബിൾ കോസ്റ്റ് സ്പ്ലിറ്റപ്പായിട്ട് തന്നിരിക്കുന്നു. അത് ആഡ് ചെയ്തിട്ട് വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം എന്നൊരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി ഇതിൽ വന്നു. ഇത്രയും വ്യത്യാസമാണ്. ഇത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ദി ഫോളോയിങ് ആർ ദി ഇൻഫർമേഷൻ ഓഫ് 2 കമ്പനി. 2 കമ്പനികളുടെ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് സെയിൽസ് ആട്ടാ. സെയിൽസിന് വേറൊരു ഇതാണ് റവന്യൂ എന്ന് വെച്ചാൽ സെയിൽസ് നടത്തിയിട്ടില്ല നമുക്ക് ഇൻകം ഉണ്ടാവുക, റവന്യൂ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് റവന്യൂ തന്നുള്ള റവന്യൂ തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്, വാരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് ഈച്ച് കമ്പനി ഇൻ ബോത്ത് യൂണിറ്റ്സ് ആൻഡ് വോളിയം. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സും കാണണം, സെയിൽസ് വോളിയം കാണണം. അപ്പം നമുക്ക് 2 കമ്പനിയിലും കണ്ടിട്ട് ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കമ്പനിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് 2 കമ്പനിയിലും ചെയ്യണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി. 3 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ് ചെയ്താലും സെക്കൻഡ് കോളം എക്സ് ലിമിറ്റഡും തേർഡ് കോളം വൈ ലിമിറ്റഡും. അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ BEP ഇൻ യൂണിറ്റ് ആദ്യം കണ്ടുപിടിക്കുക. BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. പക്ഷെ ക്വസ്റ്റ്യനിൽ ഒന്നും പെർ യൂണിറ്റ് തന്നിട്ടില്ല. റവന്യൂ ആയാലും ഓപ്പറേറ്റിംഗ് ഇൻകം ആയാലും വാരിയബിൾ കോസ്റ്റ് ആയാലും ഒന്നും പെർ യൂണിറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ പക്ഷെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ആയതുകൊണ്ട് ആദ്യം ടോട്ടൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് നമുക്ക് BEP പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കിട്ടേണ്ടത് ആദ്യം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ എല്ലാം പെർ യൂണിറ്റ് ആയിരുന്നു. വാരിയബിൾ സെയിൽസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ടായിരുന്നു, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് അതിൽ നിന്ന് അത് കുറച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഒക്കെ തന്നിരിക്കുന്നത് ടോട്ടലിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണുക. എന്നിട്ട് ആ കോൺട്രിബ്യൂഷന് പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് ഞാൻ ആദ്യം എഴുതിയേക്കുന്നത്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇക്വേഷനിൽ വ്യത്യാസമൊന്നുമില്ല. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. എക്സ് ലിമിറ്റഡിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു റവന്യൂ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ സെയിൽസ് ആയിട്ട് വരിക. അപ്പോൾ 1,70,000 മൈനസ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 34,000 ആണ്. അപ്പോൾ 1,70,000 മൈനസ് 34,000 അതിൽ വരും. വൈ ലിമിറ്റഡിൽ സെയിൽസിൽ വ്യത്യാസമില്ല. 1,70,000 തന്നെ മൈനസ് വാരിയബിൾ കോസ്റ്റ് 85,000 ആണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ 85,000 കുറച്ചു. അപ്പോൾ അത് കുറച്ചപ്പോൾ നമുക്ക് എക്സ് ലിമിറ്റഡിന് 1,36,000 കിട്ടി, വൈ ലിമിറ്റഡിന് 85,000 കിട്ടി. ഈ കിട്ടിയിരിക്കുന്നത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ്. എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതെന്ത് ചെയ്യണം? നമുക്ക് BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് മൊത്തം എത്ര യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? 17,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടല്ലോ, ഏറ്റവും ആദ്യത്തെ ഇൻഫർമേഷൻ അതാണ്. യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് 17,000. ആ 17,000 യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ് എക്സ് ലിമിറ്റഡിൻ്റെ 1,36,000. അപ്പോൾ അതിൻ്റെ പെർ യൂണിറ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1,36,000 ഡിവൈഡഡ് ബൈ 17,000 ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതായത് എക്സ് ലിമിറ്റഡിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1,36,000. അത് കിട്ടിയേക്കുന്നത് എത്ര പ്രോഡക്റ്റിൽ നിന്നാണ്? 17,000 യൂണിറ്റ് നിന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർ കാണാനായിട്ട് ഈ 1,36,000 ഡിവൈഡഡ് ബൈ
17,000. അപ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര കിട്ടി? നമുക്ക് 8 കിട്ടും. ദെൻ വൈ ലിമിറ്റഡിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 85,000 ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതും എത്ര തന്നെയാണ്? 17,000 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാനായിട്ട് 85,000 ഡിവൈഡഡ് ബൈ 17,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 5 കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് ലിമിറ്റഡിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 8 കിട്ടി, വൈ ലിമിറ്റഡിൻ്റെ 5 കിട്ടി. ഓക്കെ, അപ്പോൾ അത് കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എക്സ് ലിമിറ്റഡിൻ്റെ 85,000ഉം വൈ ലിമിറ്റഡിൻ്റെ 34,000ഉം അതവിടെ എഴുതി. നമ്മൾ BEP മുകളിൽ എഴുതിയ ഇക്വേഷനിൽ കൊടുത്തു. 85,000 ഡിവൈഡഡ് ബൈ 8ഉം അപ്പുറത്ത് 34,000 ഡിവൈഡഡ് ബൈ 5ഉം. അങ്ങനെ നമുക്ക് എക്സ് ലിമിറ്റഡിൻ്റെ BEP ഇൻ യൂണിറ്റ് എന്ന് പറയുന്നത് 10,625ഉം കിട്ടി, വൈ ലിമിറ്റഡിൻ്റെ 6,800ഉം കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെ കാണാം? ക്വസ്റ്റ്യനിൽ എല്ലാതും ടോട്ടൽ തന്നതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണുക. ദെൻ ആ കോൺട്രിബ്യൂഷനെ പെർ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ് പ്രൊഡ്യൂസർ, എത്രയാണ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും എന്ത് കിട്ടും? BEP ഇൻ യൂണിറ്റ് കിട്ടും. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ ഏത് കമ്പനി ആയിരിക്കും നല്ലത്? ജസ്റ്റ് നമ്മൾ കമൻറ്റ് ചെയ്താൽ പറഞ്ഞിട്ടില്ല, എന്നാലൊന്ന് നോക്കുക. ഏത് കമ്പനി ആയിരിക്കും നല്ലത്? വൈ ലിമിറ്റഡ്. കാരണം അവർ 6,800 യൂണിറ്റ്സ് ആവുമ്പോഴേക്കും അവരെന്ത് ചെയ്തു? ബ്രേക്ക് ഈവൻ പോയിന്റ് അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞ് കിട്ടുന്നതൊക്കെ അവർക്ക് ഇൻകമാണ്. മറ്റോരോ 10,625 യൂണിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ ബ്രേക്ക് ഈവൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളത് പറഞ്ഞിട്ടില്ല, എന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം. വൈ ലിമിറ്റഡിനെ 6,800 യൂണിറ്റ് പ്രൊഡ്യൂസ് കഴിയുമ്പോഴേക്കും നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ കിട്ടി. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി പഠിച്ചു കഴിഞ്ഞ ദിവസം, അത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. ദെൻ ഇവർക്ക് അഞ്ചെങ്കിൽ എത്ര യൂണിറ്റ് വരെ വെയിറ്റ് ചെയ്യണം? 10,625 യൂണിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് എക്സ് കമ്പനിക്ക് BEP പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ബെറ്റർ കമ്പനി ഏതായിരിക്കും? വൈ കമ്പനി ആയിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ ഇക്വേഷൻ ആദ്യം എഴുതി. BEP ഇൻ യൂണിറ്റ് ഇൻറ്റു SP, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. അതിൽ BEP ഇൻ യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ട്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമ്മുടെ കയ്യിൽ ഇല്ല. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ടോട്ടൽ സെയിൽസ് ആണുള്ളത്. നമ്മൾ നേരത്തെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെയാക്കിയ യൂണിറ്റ് പ്രൊഡ്യൂസർ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ SP പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സെയിൽസിനെ യൂണിറ്റ് പ്രൊഡ്യൂസറിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ കോൺട്രിബ്യൂഷനെ കൺവേർട്ട് ചെയ്തത് പോലെ തന്നെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത പോലെ തന്നെ ടോട്ടൽ സെയിൽസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? സെയിൽസ് SP പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ടോട്ടൽ സെയിൽസിനെ യൂണിറ്റ് പ്രൊഡ്യൂസറോട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 1,70,000 ഡിവൈഡഡ് ബൈ യൂണിറ്റ് പ്രൊഡ്യൂസർ 17,000. അപ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. വൈക്കും അത് തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. 1,70,000 ഡിവൈഡഡ് ബൈ 17,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ SP പെർ യൂണിറ്റ് എക്സിനും വൈക്കും 10 കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ് നമ്മുടെ BEP ഇൻ സെയിൽസ് കാണാനായിട്ട്. BEP ഇൻ യൂണിറ്റ് ഇൻറ്റു SP പെർ യൂണിറ്റ് എത്രയാണ്? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് ലിമിറ്റഡിൻ്റെ BEP ഇൻ യൂണിറ്റ് എന്ന് പറയുന്നത് 10,625 ഇൻറ്റു 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,06,250 കിട്ടും. വൈ ലിമിറ്റഡിൻ്റെ BEP ഇൻ യൂണിറ്റ് എന്ന് പറയുന്നത് 6,800 ആണ്. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 68,000 കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലൊന്ന് നോക്കുക. അവിടെ ഒരു ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ പ്രോഫിറ്റാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യനിലേക്ക് ആവശ്യമില്ല. നിങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. റവന്യൂ ഉപയോഗിച്ചു, ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ചു, വാരിയബിൾ കോസ്റ്റ് ഉപയോഗിച്ചു, യൂണിറ്റ് പ്രൊഡ്യൂസർ ഉപയോഗിച്ചു, ബാക്കിയൊക്കെ ഉപയോഗിച്ചു. പക്ഷെ ഉപയോഗിക്കാതെ ഓപ്പറേറ്റിംഗ് ഇൻകം മാത്രമല്ല. പക്ഷെ നമുക്കിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു.